അപ്പോൾ ചേച്ചിയായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. ഞാൻ പറയും ഉവ്വ് ചേച്ചി. അപ്പോൾ മാതാവ് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കുന്നില്ല. മാതാവ് എന്നോട് ചോദിക്കും, നിൻ്റെ കൂടെ ആരാണുള്ളത്? യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധമായി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കുമളി അണക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2019 ജൂലൈ 20 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 7 വർഷം മുമ്പായി എനിക്ക് അതിശക്തമായ ശരീരവേദനയായിരുന്നു. ശരീരം മുഴുവനും സൂചി കുത്തുന്ന പോലെയുള്ള വേദന. രാത്രിയിലൊന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. 1 മണി 2 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങുമ്പോൾ. എത്ര കൊന്ത ചൊല്ലിയാലും ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം ഞാൻ കൂടുമായിരുന്നു. അല്ലാത്തപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് വീട്ടിലിരുന്ന് കൂടുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലെ വേദന കാരണം ഞാൻ കിടന്നുകൊണ്ടാണ് ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ മയങ്ങിപ്പോയി. അപ്പോൾ പരിശുദ്ധ അമ്മ കൃപാസനത്തിലെ ഒരു ചേച്ചിയായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. കൂടെ കൃപാസനത്തിലെ റോസ് കോട്ടിട്ട് പെട്ടി തൂക്കിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ മാതാവ് എന്നോട് ചോദിച്ചു, നിൻ്റെ മോൻ്റെ പഠിത്തം, അവൻ്റെ സ്വഭാവം, ഇതൊക്കെയല്ലേ നിൻ്റെ വിഷമങ്ങൾ? അപ്പോൾ ഞാൻ പറയും ഉവ്വ് ചേച്ചി. അപ്പോൾ ചേച്ചിയായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. ഞാൻ പറയും ഉവ്വ് ചേച്ചി. അപ്പോൾ മാതാവ് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കുന്നില്ല. മാതാവ് എന്നോട് ചോദിക്കും, നിൻ്റെ കൂടെ ആരാണുള്ളത്? അപ്പോൾ ഞാൻ പറയും എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ മാതാവ് വീണ്ടും ചോദിക്കും, നിൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ? അപ്പം ഞാൻ പറയും ഇല്ല ചേച്ചി, എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ എന്നെ മാതാവ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് എൻ്റെ തലയിൽ കൈവയ്ക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അനുഭവപ്പെട്ട എന്തൊക്കെയോ, എനിക്ക് സ്വപ്നത്തിൽ ഞാൻ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്ന പോലൊരവസ്ഥ. അപ്പോൾ അതിനുശേഷം കുറേ സമയം അതിൽ ഞാൻ അങ്ങനെ അങ്ങായിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് എന്നെ കൈ പിടിച്ച് മുമ്പോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഈ ഭാഗങ്ങളാണ് പിന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറയും, മോളുടെ വീട് എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ഈ ഭവനം പോലെയാണ് എനിക്ക് മോളുടെ വീട് തോന്നുന്നത്, അവിടെ മോൾക്കൊരു ഗ്രോട്ടോ ഇല്ലേ എന്നോട് ചോദിക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ മാതാവിന് വേണ്ടി ഒരു ഗ്രോട്ടോയുണ്ട്. എനിക്ക് റോസാ മിസ്റ്റിക്ക മാതാവാണ്. അപ്പോൾ എന്നോട് പറയും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയും. എന്നിട്ട് എൻ്റെ കൈ വിട്ടിട്ട് മുമ്പോട്ട് നടക്കും. ഈ കൃപാസനത്തിലെ പെട്ടി തൂക്കിയ ആ റോസ് കോട്ടിട്ട പെൺകുട്ടിയുടെ മുൻപോട്ട് പോവും. അപ്പോൾ ഒരു തുള്ളി വെള്ളം, അതിശക്തമായ ഒരു തുള്ളി വെള്ളം എൻ്റെ ഷോൾഡറിൽ മുകളിൽ നിന്ന് വന്ന് പതിച്ചു. അപ്പോൾ അതിനുശേഷം ഇത്രയും ഞാൻ രണ്ട് വർഷത്തിന് മേളിലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എനിക്ക് ആ ശരീരത്തിലെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എൻ്റെ ഉപ്പൂറ്റിക്ക് 4 വർഷമായിട്ട് അതിശക്തമായ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. അത് രാവിലെ കട്ടിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കാല് തറയിൽ കുത്താൻ പറ്റില്ല. ഞാൻ ഭിത്തിയിൽ പിടിച്ചാണ് നടക്കുന്നത്. കുറച്ച് സമയം നടന്നാൽ മാത്രമേ എനിക്ക് കാല് തറയിൽ നന്നായിട്ട് കുത്തുവാൻ സാധിക്കുകയുള്ളായിരുന്നു. ആ ഉപ്പൂറ്റി വേദന 2019 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ ഇവിടുന്ന് അർത്തുങ്കൽ വരെ നടന്നു. ആ അഖണ്ഡ ജപമാല റാലിക്ക് ശേഷം എൻ്റെ ആ ഉപ്പൂറ്റി വേദന പരിപൂർണമായിട്ടും സുഖപ്പെട്ടു. പിന്നീടുള്ളത്, എനിക്ക് കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ജൂലൈ 1 ഞാൻ കോവിഡ് വാക്സിൻ എടുക്കുന്നത്. ആ വാക്സിൻ എടുത്ത അന്ന് മുതൽ എനിക്ക് അതിശക്തമായ തലവേദനയായിരുന്നു. 1.5 മാസത്തോളം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന തലവേദനയായിരുന്നു. അത് മരുന്ന് കഴിച്ച മാറിയ തലവേദനയായിരുന്നു. പക്ഷേ ഈ വാക്സിൻ എടുത്തപ്പോൾ വീണ്ടും എനിക്ക് ആ തലവേദന ഉണ്ടായി. അതിൻ്റെ മരുന്നുകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചു. പക്ഷേ എനിക്ക് തലവേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. മൈഗ്രെയിൻ്റെ അതിശക്തമായ കട്ടി കൂടിയ ഗുളികകൾ ഞാൻ കഴിച്ചു. എനിക്ക് മാറ്റമുണ്ടായില്ല. അപ്പോൾ എനിക്ക് തല നേരെ വെച്ച് കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്കാവും വിങ്ങിപ്പൊട്ടുകയാണ്. ഒരു ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ തലയിലെ ഞരമ്പ് പിടയ്ക്കുന്നത് എൻ്റെ ചെവിക്കകത്ത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 1.5 മാസത്തോളം ആ വേദന അങ്ങനെ നിന്നു. ഒരു ദിവസം എനിക്ക് കിടക്കാൻ വയ്യാതെ ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധി അമ്മേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എൻ്റെ ഈ തലവേദന അമ്മ മാറ്റിത്തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ ഞാൻ ആദ്യം മുതൽ കൃപാസനത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് 1 മണിക്കൂർ ഞാൻ കിടന്നു. 1 മണിക്കൂറിന് ശേഷം എനിക്ക് തല നേരെ വെച്ച് കിടക്കാമെന്നായി. രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ തലവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. പിന്നെയുള്ളത്, എൻ്റെ ഭർത്താവിൻ്റെ ചാച്ചന് കാലിൽ 2 വിരലുകളിൽ മുറിവുകളുണ്ടായിരുന്നു. മുറിവുകൾ മുട്ടിന് കീഴ്പോട്ട് രക്തയോട്ടം ഇല്ലാഞ്ഞതുകൊണ്ട് ആ മുറിവുകൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ചെയ്തു. എന്നിട്ട് മുറിവുകൾ കരിയില്ലായിരുന്നു. വിരലുകൾ മുറിച്ച് കളയണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 2 വിരലുകൾ. ചാച്ചന് 2 തവണ മൈനർ അറ്റാക്ക് വന്നതാണ്. അതുകൂടാതെ ചാച്ചന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പേടിയുമായിരുന്നു ചാച്ചനും. അപ്പോൾ ഇത് മുറിച്ച് കളയണമെന്ന് തീർത്തും ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, ചാച്ചൻ്റെ കാലിലെ മുറിവ് പരിപൂർണമായി സുഖപ്പെടുത്തണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിനുശേഷം മുറിവ് പതിയെ ഉണങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവും ചാച്ചൻ്റെ കാലിലില്ല.
ഉടമ്പടി, പിന്നെ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി ധ്യാനം. ഞാൻ ഈ ഏപ്രിൽ മാസം 2021 ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം, അന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ 2 രോഗശാന്തികളാണ് ഈ അൾത്താരയിൽ പറഞ്ഞത്. അത് ഒന്ന് പിന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ഒരു കാൽപാദം ഈശോ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ വർഷങ്ങൾക്ക് മുമ്പ് ബാത്റൂമിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 കാൽപാദം ബാത്റൂമിൻ്റെ സ്റ്റെപ്പിൽ പോയി ഇടിച്ച് കാൽപാദം ചുരുണ്ടു പോയായിരുന്നു. അപ്പോൾ ഈ വേദന എനിക്ക് ഇവിടെ ഞാൻ ഈ വരുന്നതിന് 2 മാസം മുമ്പാണ് എനിക്ക് ഈ വേദന ഈ 2 വിരലുകളിൽ തൊടാൻ പറ്റുകയില്ല. അത് ഷോക്ക് അടിക്കുന്ന പോലെയാണ്. ആരെങ്കിലും കാലിൽ ചവിട്ടിയാൽ നമ്മൾ കരഞ്ഞു പോകും, അതുപോലത്തെ വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ അൾത്താരയിൽ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ഒരു കാൽപാദം, ആ കാൽപാദത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് എന്നെ ആയിരിക്കുമോ, എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എനിക്ക് തന്നെയായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ വേറൊന്ന്, എൻ്റെ കാലിൽ ഈ മുട്ടിന് കീഴ്പ്പുറത്തായിട്ട് ഒരു കറുത്ത ഒരു തവിട്ട് കളറിലൊരു പാടുണ്ടായിരുന്നു. ആ പാടിന് ചുറ്റും എനിക്ക് ഭയങ്കരമായ ചൊറിച്ചിലായിരുന്നു, ഭയങ്കരമായ ചൊറിച്ചിൽ. അപ്പോൾ ഉടമ്പടി ധ്യാനം ഇവിടെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമെന്ന് പറയുന്നത്, പിന്നെ മുട്ടിന് കീഴ്പ്പുറത്ത് അത് റോസാപ്പൂ പോലെയുള്ള പാടുകൾ, അതും എൻ്റെ കാലിലുണ്ടായിരുന്നു, ചുമന്ന റോസാപ്പൂ പോലെയുള്ള പാടുകൾ. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ചുമന്ന റോസാപ്പൂ പോലെയുള്ള പാടുകൾ ഇങ്ങനെ കാലിൽ കാണിക്കുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു അതൊരു വിസർപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ ഉള്ളിൽ ചിന്തിച്ചിരുന്നത് എനിക്ക് വല്ല വിസർപ്പവുമാണോ, വിസർപ്പത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത എനിക്കിത് തന്നെയായിരുന്നു, എനിക്ക് വല്ല വിസർപ്പ രോഗവുമാണോ എന്നായിരുന്നു. അതിന് ചുറ്റും എനിക്ക് ശക്തമായ ചൊറിച്ചിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഒരു രോഗം സുഖപ്പെടുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഈ ചൊറിച്ചിൽ കൂടുകയാണ് ചെയ്തത്. ചൊറിച്ചിൽ കൂടി എൻ്റെ സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഈ കുരുക്കൾ മൊത്തം നമുക്ക് ഒത്തിരി കുരുക്കൾ സ്കിന്നിനകത്ത് നമുക്ക് അനുഭവപ്പെട്ടു. ആ കുരുക്കൾ മുഴുവൻ പുറത്ത് ചാടി, 1 മാസത്തോളം ഇങ്ങനെ കുരുക്കൾ പുറത്ത് ചാടി. അത് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഈ സഹോദരി പറഞ്ഞ സാക്ഷി ഇതാണ്. അതായത് 7 വർഷമായിട്ട് ഈ സഹോദരിയുടെ ശരീരത്തിൽ സൂചി കുത്തുന്ന പോലുള്ള പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സഹോദരി എന്ത് ചെയ്യണത്, കൃപാസനത്തിലെ ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിലെ ധ്യാനം, ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ട് കിടക്കുക. വേദനയാണ്. ഇപ്പം കണ്ടുകൊണ്ട് കിടക്കണ ആ ധ്യാനം കണ്ടുകൊണ്ട് കിടക്കുന്ന ആ മാത്രയിൽ തന്നെ ആള് ഉറക്കത്തിലോട്ട് പോയി. ഉറക്കത്തിൽ പോയതിന് ശേഷം പിന്നെ ഈ വ്യക്തി കാണുന്ന സ്വപ്നമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, അതായത് കൃപാസനത്തിലെ അമ്മ തന്നെയാണെന്നാണ് ഈ സഹോദരി പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി ഒരു പെട്ടിയും തൂക്കിയാണ് ഭവനത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ചെന്നു, അപ്പം എന്നിട്ട് ചോദിക്കുന്നു, നിൻ്റെ കൂടെ ഒരാൾ ഉണ്ടല്ലോ. അപ്പോൾ പറയും എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്നാണ് ഈ സഹോദരി പറയണത്. ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ സഹോദരി ശരിക്കും ഇങ്ങനെ ഉറക്കത്തിൽ പറയുന്നത്, നിന്നെ എനിക്കിഷ്ടമാണ്, കാരണം കൃപാസനം പോലെ തന്നെ നിൻ്റെ ഭവനത്തിലും ഒരു ഇടം എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവരുടെ ഭവനത്തിൽ അമ്മമാതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഗ്രോട്ടോ ഇവരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമാതാവ് അത് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സഹോദരിനെ കൈക്ക് പിടിച്ചുകൊണ്ട് വരുന്നത് ഈ കൃപാസനത്തിലെ അങ്കണത്തിലേക്കാണ്. ഈ അങ്കണത്തിൽ വരുമ്പോഴാണ് തണുത്തൊരു വെള്ളം എൻ്റെ ദേഹത്ത് വീഴുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ നിദ്ര ഉണർന്നതിന് ശേഷം എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും പൂർണ്ണമായും സൗഖ്യപ്പെട്ടുവെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. നമുക്കറിയാം പരിശുദ്ധ അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കൊരിടമുണ്ട്. എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അമ്മ മാതാവ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ അത്ഭുതങ്ങൾക്കും നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടത് അമ്മ മാതാവിനെയാണ്. അമ്മ മാതാവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ദൈവമായ കർത്താവ് നിത്യതയിലേക്കും നമ്മളെ നയിക്കുന്ന വലിയ ശക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ചെറിയതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഏൽപ്പിക്കേണ്ടത് അമ്മ മാതാവിനെയാണെന്ന് പ്രത്യേകമായിട്ട് ജോസഫച്ചൻ പറയുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥത. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ശരീരാസ്വസ്ഥ നമ്മൾ വേറൊരു തലം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വയ്യാത്ത അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ, ആശ്രയമില്ലാത്ത അവസ്ഥയിൽ എടുത്ത് കാണുന്നത് എന്താണ്? ഇവിടുത്തെ ഉടമ്പടി ധ്യാനമാണ്. ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല,
ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട ജോസഫച്ചൻ ഇതും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ധ്യാനത്തിന്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണേലും കുഴപ്പമില്ല, നിങ്ങളൊരു അസ്വസ്ഥതയിലാണെങ്കിൽ ഇത് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് കിടന്നു. അവിടെ പറയപ്പെടുന്ന ദൈവവചനങ്ങളല്ലേ, കർത്താവിൻ്റെ വചനമല്ലേ. ഈ വചനം ഇങ്ങനെ കേട്ട് ഉറങ്ങിപ്പോകുന്ന അവസരത്തിലാണ് ഈ സഹോദരിക്ക് ദർശനം ഉണ്ടാകുന്നത്. ആ ദർശനം കഴിയുമ്പോൾ ഈ സഹോദരിക്ക് അത് സാക്ഷ്യമായിട്ട് മാറുകയാണ്, പരിശുദ്ധമ്മയുടെ വലിയ സാക്ഷ്യമായിട്ട്. ഇപ്പം നമ്മളിത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച്, വേറെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല, എൻ്റെ ദൈവമായ കർത്താവ് മാത്രം. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായിട്ടും ഉള്ളിലേറ്റി അമ്മ മാതാവിനെ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങളുടെ ദർശനങ്ങളിൽ അമ്മ മാതാവ് വരും. സഞ്ചരിച്ചെത്തിയിട്ട് നിങ്ങളുടെ സഹനങ്ങളെ എല്ലാ മേഖലയിലും കൂടെ അമ്മ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അത് എന്ത് രോഗമാണെങ്കിലും വേദനയായാലും തടസ്സമായാലും നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊണ്ട് അമ്മ മാതാവ് സംരക്ഷിക്കും. അപ്പം അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോൾ ഈ സഹോദരി ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞത്. വീണ്ടും പറയുകയാണ്, 4 വർഷമായിട്ട് ഉപ്പുകുറ്റി വേദന ഉണ്ടായിരുന്നു, കാല് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേദനയുമായിട്ട് ഇവിടെ വരുമ്പോൾ ഈ സഹോദരി യോഗത്തിൽ വെച്ചത് അഖണ്ഡ ജപമാലയാണ്. അഖണ്ഡ ജപമാല, അതായത് കൃപാസനത്തിൽ നിന്നും അർത്തുങ്കൽ ബസ്സിലേക്കിലേക്ക് നടത്തുന്ന അഖണ്ഡ ജപമാലയിൽ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജപമാലയിൽ പങ്കെടുത്തു. കാല് കുത്താൻ പറ്റാതിരുന്ന വ്യക്തി അവിടം വരെ പൂർണ്ണമായിട്ടും അഖണ്ഡ ജപമാലയിൽ മാതാവിനെ സ്തുതിച്ചുകൊണ്ട് ധ്യാനിച്ച് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ആ ഉപ്പുകുറ്റിയുടെ വേദനയെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞു 1.5 മാസക്കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തമായിട്ടുള്ള തലവേദന തുടങ്ങി. അപ്പോഴും ഈ മകള് ഭഗ്നാശയാകില്ല. മകള് പറഞ്ഞ കാര്യം എന്താണ്? ഈ അമ്മ മാതാവേ, എനിക്കിത് മാറ്റി തന്നാൽ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അത് പറയണ മാത്രയിൽ പൂർണ്ണമായിട്ടും ആ തലവേദനയെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ അപ്പൻ്റെ ചാച്ചൻ്റെ കാലിലെ 2 വിരലുകൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അതായത് അറ്റാക്ക് വന്നിട്ടുള്ളതാണ്, സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്, നടക്കണ കാര്യമില്ല. അപ്പം മനുഷ്യന് നടക്കാത്ത കാര്യമായപ്പോഴത്തേക്ക് വീണ്ടും ഈ സഹോദരി എന്താണ്, ഇതെന്നെ കൊണ്ട് പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ, മനുഷ്യന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മനുഷ്യന് പറ്റാത്തൊരു കാര്യം വന്നപ്പോഴത്തേക്ക് സഹോദരി വീണ്ടും അമ്മയിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ സാക്ഷ്യം പറയാം, എൻ്റെ ചാച്ചൻ്റെ കാലിൽ ഒരു അസ്വസ്ഥതയുമില്ലാതെ നീ മാറ്റിക്കൊടുക്കണമേ. അമ്മ മാതാവ് ഉടനെ തന്നെ അവിടെ ഇടപെട്ട് പൂർണ്ണമായിട്ടും അത് മാറി. അതോടൊപ്പം തന്നെ വീണ്ടും പറയുകയാണ്, ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറഞ്ഞു, ഒരു ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു പാദത്തെ കാണിച്ചു തരുന്നുണ്ട്, അതിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. അത് ഈ സഹോദരി പറയാണ്, ഞാനൊരിക്കൽ ബാത്റൂമിൽ വീണതിന് ശേഷം എൻ്റെ കാലിൻ്റെ പാദത്തിൽ ആരും തൊടാൻ പോലും പറ്റിയില്ല, തൊട്ട് കഴിഞ്ഞാൽ നിലവിളിച്ച് പോകുന്നത്രയും വേദന. അപ്പോൾ ഈ സഹോദരി അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു, അത് എന്നെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാനത് എടുത്ത് പറയാറുണ്ട്. അതായത് ഉടമ്പടി ധ്യാനം നമ്മൾ മുടക്കരുത്. കാരണം ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് 1 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയാണ്, 2 അമ്മ മാതാവിനെ നേരിൽ കണ്ട വൈദികൻ, അമ്മ മാതാവ് നാവിൽ തൊട്ട വൈദികൻ, നിൻ്റെ വചനങ്ങളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അതുകൂടാതെ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം, 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏറ്റവും ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന, ഇന്നയിടത്ത് ഇന്ന രോഗിയെ ദൈവമായ കർത്താവ് സുഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇന്നയിടത്ത് ഇന്ന പ്രശ്നം മാറിപ്പോകുന്നെന്ന് പറയുമ്പോൾ അത് അപ്പം തന്നെ സംഭവിക്കുന്ന എന്താണ്? ദൈവാത്മാവിൻ്റെ നിറവിൽ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിക്കളയരുത്. ഈ സഹോദരി ഇവിടെ വന്നു, ഈ സഹോദരിക്ക് വേണ്ടിയാണ് ദൈവാത്മാവ് ഒപ്പം പ്രവർത്തിച്ചത്. വചനമാണ് പറയുന്നത്, മജ്ജയിലും മാംസത്തിനും സന്ധിബന്ധങ്ങളും തുറക്കുന്ന വചനം. അപ്പം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ സൗഖ്യമുണ്ടായി. പിന്നെ പറഞ്ഞു, കാലിൽ റോസാ മുട്ടുപോലെ ഇരിക്കുന്ന പാടുകൾ, അതിനെ സുഖപ്പെടുന്നതിന് ഈ സഹോദരി വീട്ടിൽ ചെന്നു, വേദനയായി, പക്ഷെ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് മാറി. അപ്പോൾ എത്ര നിങ്ങളൊന്ന് നോക്കി, ഈ ഒരു സാക്ഷ്യത്തിൽ എത്ര സാക്ഷ്യങ്ങളായി സഹോദരിക്ക് വന്നിരിക്കണമെന്നറിയാവോ? അതായത് എന്താണ്, ഒരു വ്യക്തിയാണ്, പക്ഷെ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിൻ്റെ ഒരൊറ്റ കാര്യമുണ്ട്, ദൈവത്തിലുള്ള നിൻ്റെ അടിയുറച്ച വിശ്വാസം. ഉടമ്പടി ചെയ്യാൻ പറയുമ്പോൾ അമ്മ മാതാവ് യോഹന്നാൻ്റെ 2:5 പറയുന്നില്ലേ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ നീ മനസ്സുകൊണ്ട് ഒരുക്കമാണോ? നിന്റെ ഏത് കണ്ണീരും ഏത് ദുഃഖവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ മാറ്റപ്പെട്ടിരിക്കും. ഈ സഹോദരിക്ക് പരിശുദ്ധമ്മ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.